Hi friends, again now we are going to start our another journey. മക്കളെ ഈ ജേണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും പോലെയല്ല. ഇത് നമ്മുടെ സയൻസിന്റെ കൂടെയുള്ള യാത്രയാണ് അല്ലേ. നമ്മുടെ ശാസ്ത്രം ദിവസവും പുരോഗതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് അല്ലേ. ശാസ്ത്രത്തിന് നമ്മുടെ കുട്ടികൾക്ക് എന്താ ഇമ്പോർട്ടൻസ്, നമ്മുടെ ലൈഫിൽ എന്താ ശാസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് മക്കളെ? നമ്മുടെ ജീവിതത്തിൽ ഡെയിലിയുള്ള നമ്മുടെ ജീവിതത്തിൽ അധികം കാര്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് സയൻസിലാണ് അല്ലേ. പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പല മെഷീൻസും പ്രവർത്തിക്കുന്നുണ്ടാവും, പല രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടാവും. എല്ലാത്തിൻ്റെ പിന്നിലും എന്തുണ്ട്? സയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളായിട്ടുള്ള നമ്മുടെ മൈൻഡിലൊക്കെ എന്തുണ്ട്? കുട്ടികളായ നിങ്ങളുടെ മൈൻഡിൽ ഒരു ശാസ്ത്രത്തിൻ്റെയൊക്കെ വളർത്തിയെടുക്കാനും ശാസ്ത്രത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊക്കെ എത്രത്തോളം അത് ഇമ്പോർട്ടൻസ് ആണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇത് കേട്ടോ. പൊതുവെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമായിരിക്കാം മേ ബി സയൻസ്. പക്ഷേ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മനോഹരമായിട്ടാണ് ഈ യൂണിറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. നോക്കില്ലേ മക്കളെ, ദ ട്രയൽ ഓഫ് സയൻസ് എന്താണ്? ശാസ്ത്രത്തിന്റെ പാത അല്ലേ. ഒരു പുതുപാതയൊക്കെയാണ് അല്ലേ ശാസ്ത്രത്തിന്റെ. നോക്കാം, there are in fact two things. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. വൺ ഈസ് സയൻസ് ആൻഡ് അൺഫൗണ്ടഡ് ഒപ്പീനിയൻ. ഒന്ന് സയൻസും മറ്റൊന്ന് ഒപ്പീനിയൻ. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രം. മറ്റൊന്ന് അഭിപ്രായമാണ്. അൺഫൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനരഹിതമായ യുക്തിക്ക് നിരക്കാത്ത എന്നൊക്കെ പറയുന്ന പോലെയല്ലേ പറച്ചിലുകളിൽ നിന്നും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വായ്ത്താരിയായി വന്ന് ആളുകളുടെ വാക്കിലൂടെ കേട്ടതും ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് ഒപ്പീനിയൻ. അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങളാണ് ഒന്ന്. മറ്റൊന്ന് എന്താണ്? സയൻസ് ആണ്. പരീക്ഷണങ്ങളുടെയും ഒരുപാട് എക്സ്പെരിമെൻറ്റുകളുടെയും റിസർച്ചുകളുടെയും കണ്ടെത്തിയിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള അർത്ഥവത്തായ അറിവോട് കൂടിയിട്ടുള്ള സയൻസ്. മറ്റൊന്ന് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒപ്പീനിയൻസ്. ദ ഫോർമർ പ്രൊഡ്യൂസ് നോളജ്. ഇതിൽ ആദ്യത്തേത് എന്ത് ചെയ്യുന്നു? നമുക്ക് അറിവ് തരുന്നു. ആൻഡ് ദ ലേറ്റർ ഇഗ്നറൻസ്. രണ്ടാമത്തേത് നമുക്ക് എന്താ തരുന്നത്? അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഇത് ഹിപ്പോക്രറ്റ്സ് പറഞ്ഞതാട്ടോ. അതെന്താ അങ്ങനെ പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരുപാട് എക്സ്പെരിമെൻറ്റിലൂടെയും ഒരുപാട് റിസർച്ചിലൂടെയും ഒരുപാട് കണ്ടെത്തലിലൂടെയൊക്കെ കറക്റ്റായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കറക്റ്റ് റിയലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിവാണ് നമുക്ക് തരുന്നത്. എന്നാൽ ഒപ്പീനിയനോ, ഈ അൺഫൗണ്ടഡ് ഒപ്പീനിയൻ, അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അന്ധവിശ്വാസവും പല ആളുകൾ ഇങ്ങനെ പറഞ്ഞു വന്നതൊക്കെ കേട്ടിട്ടുള്ള അറിവുകളാണ്. അതൊരിക്കലും എന്തായാലും അടിസ്ഥാനരഹിതമായിരിക്കും. അത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആവില്ല നമുക്ക് തരുന്നത്. ക്ലിയർ? ഈ യൂണിറ്റിൽ നമുക്ക് വരുന്നത് ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഇൻഫറൻസ് വിത്ത് ദ സയൻറ്റിസ്റ്റിൻ്റെ കൂടെയുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ദെൻ നെക്സ്റ്റ് വൺ എൻജിൻ ട്രബിൾ, ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ആർക്കെ നാരായണൻ ഒരു എൻജിൻ കിട്ടുന്നതും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ദെൻ അസ്ട്രോണമൽ എന്ന് പറയുന്ന ഒരു പോം ഉണ്ട് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ. നോക്കാം മക്കളെ, ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ കുറച്ച് വേർഡുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സയൻറ്റിസ്റ്റ് അക്രോസ് ദ ഏജസ് ഹാവ് എക്സ്പ്രസ്ഡ് ദെയർ വ്യൂസ് ഓൺ സയൻസ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്. അവരൊക്കെ സയൻസിനെ കുറിച്ചും സയൻറ്റിഫിക് മെത്തേഡിനെ കുറിച്ചൊക്കെ അവരുടെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം CV രാമനാണ്. ട്രൂ നോളജ് ഈസ് ഗെയിൻഡ് നോട്ട് ബൈ റോട്ട് ലേണിംഗ് ബട്ട് ത്രൂ ക്യൂരിയോസിറ്റി ആൻഡ് ദ ഡിസയർ ടു എക്സ്പ്ലോർ. ട്രൂ നോളജ് അല്ലെ, യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് റോട്ട് ലേണിംഗൂടെ ആവർത്തിച്ച് മനഃപ്പാടമാക്കുന്നതിലൂടെ ലഭിക്കുന്നതല്ല. ത്രൂ ക്യൂരിയോസിറ്റി ആൻഡ് ദ ഡിസയർ ടു എക്സ്പ്ലോർ. അതെന്തിലൂടെയാണ്? കൗതുകത്തിലൂടെയും ആകാംക്ഷയിലൂടെയും നമ്മുടെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലേ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആവേശത്തിലൂടെയുമാണ് അത് ഉണ്ടാവുന്നത് എന്നാണ് CV രാമൻ പറയുന്നത്. നെക്സ്റ്റ് വൺ ലൂയിസ് പാസ്റ്റർ എന്താ പറയുന്നത്? സയൻസ് നോസ് നോ കൺട്രി. ശാസ്ത്രത്തിന് രാജ്യങ്ങളില്ല. ഓക്കെ, ഇന്ന രാജ്യത്തിന് മാത്രമേ ശാസ്ത്രം കണ്ടുപിടിക്കാൻ പാടൂ, ഇന്നതിനില്ല, അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് നോളജ് ബിലോങ്സ് ടു ഹ്യൂമാനിറ്റി. കാരണം അറിവ് എവിടെയാണ് കിടക്കുന്നത്? മനുഷ്യരിലാണ്, മനുഷ്യൻ്റെ തലച്ചോറിലാണ് അറിവ് കിടക്കുന്നത്. ആൻഡ് ഈസ് എ ടോർച്ച് വിത്ത് ഇലുമിനേറ്റ്സ് ദ വേൾഡ്. അതെന്താണ് ഈ അറിവ് എന്ന് പറയുന്നത്? ഒരു ടോർച്ചാണ്. ലോകത്തെ അടിച്ചു നോക്കി ലോകത്തിൻ്റെ പ്രകാശത്തെ, ലോകത്തിൻ്റെ അറിവ് ലോകത്തെക്കുറിച്ച് അടിച്ചു നോക്കാനുള്ള ഒരു വെളിച്ചമാണ് എന്ത്? ഈ നോളജ് എന്ന് പറയുന്നത്. ക്ലിയർ? മേരി ക്യൂരി
among those who think about science as great beauty. ഞാൻ എന്താണ് സയൻസിന് വളരെ മനോഹരമായ ഒരു സൗന്ദര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന അത് അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സയൻസ് ഇസ് എ വേ ഓഫ് തിങ്കിങ് മച്ച് മോർ ദാൻ എ ബോഡി ഓഫ് നോളജ്. സയൻസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു യുക്തിക്ക് നിരക്കുന്ന ചിന്തകൾ മാത്രമല്ല. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ് മച്ച് മോർ ദാൻ ദ ബോഡി ഓഫ് നോളജ്. ഒരു അറിവുകളുടെ ഒരു ശേഖരണം മാത്രമല്ല സയൻസ്, അതിനും അപ്പുറം ഒരു ചിന്തകളുടെ യുക്തി ചിന്തകളുടെ തിങ്കിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങിൻ്റെ ഒരു രീതി കൂടെയാണ് എന്തെന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത്. അത് കാൾ സാഗിൻ്റെ ആണ് കേട്ടോ. സ്റ്റീഫൻ ഹോക്കിങ്സ്. സയൻസ് ഈസ് നോട്ട് ഓൺലി എ ഡിസിപ്ലിൻ ഓഫ് എ റീസൺ. സയൻസ് എന്ന് പറയുന്നത് യുക്തിയുടെ ശിഷ്യൻ മാത്രമല്ല, ബട്ട് വൺ ഓഫ് ദ റൊമാൻസ് ആൻഡ് പാഷൻ, പ്രണയത്തിൻ്റെയും ആവേശത്തിൻ്റെയും കൂടെ ആണ്. Scientists have become the bearer of the torch of discovery in our quest of knowledge. അറിവുകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ സയൻറ്റിസ്റ്റുകൾ എന്താണ്? കണ്ടുപിടുത്തങ്ങളുടെ വിളക്കുകൾ ഏന്തി നിൽക്കുന്നവരാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അറിവുകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് മുമ്പിൽ വിളക്കുകൾ, അറിവിൻ്റെയും കണ്ടുപിടുത്തങ്ങളുടെയും വിളക്കുകൾ ഏന്തി നിൽക്കുന്നവരാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുള്ളത്. സയൻസ് ഈസ് നോട്ട് അബൌട്ട് ബീങ് റൈറ്റ് ഓർ റോങ്. സയൻസ് എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് അബൌട്ട് ബീങ് വില്ലിംഗ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. എന്തെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നും ഫോളോ എവിഡൻസ് വെറെവർ ഇറ്റ് ലീഡ്സ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ പിന്നാലെ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ അതിൻ്റെ എവിഡൻസിൻ്റെ പിന്നാലെ പോയി അത് എത്തുന്നൊരു പ്ലേസ് ഉണ്ട് അല്ലേ, അവിടെ എത്തിച്ചേരുക എന്നുള്ളതും കൂടെയാണ് എന്നാണ് നൈൽ ഡിഗ്രാസ് ടൈസൺ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഒരുപാട് ആളുകളുടെ സയൻസും അതിൻ്റെ വ്യൂ പോയിന്റ്സും ആണ്. നമ്മുടെ ചാപ്റ്റർ നോക്കാം, ടോക്കിംഗ് ഓഫ് സയൻസ് അല്ലേ. നമ്മുടെ ഒരു നാട്ടിലൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു വിദ്യാലയമാണ്. അവിടെ ഒരു കുട്ടി ഇതാ നമ്മുടെ പണ്ടത്തെ രീതിയിലൊക്കെ പോകുന്ന പോലെ വലിയ സെറ്റപ്പുള്ള സ്കൂളൊന്നല്ല അല്ലേ, അങ്ങനെയുള്ള ഒരു സ്കൂളിലോട്ട് പോയി നമ്മുടെ സാധാരണ വിദ്യാലയത്തിലോട്ട് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ് കാണുന്നത്. ടോക്കിംഗ് ഓഫ് സയൻസ് അല്ലേ. നമുക്ക് കുറച്ച് സയൻസിനെ കുറിച്ച് സംസാരിക്കാം. ഡോക്ടർ അജിത് പരമേശ്വരൻ, ഇദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ ആട്ടോ ഇത്. ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നല്ലൊരു സയന്റിസ്റ്റ് ആണ്. Dr. Ajit Parameshwaran was born and brought up in village of the Chemmaniyod in Malappuram, Kerala. കേരളത്തിൽ നമ്മുടെ സ്വന്തം മലപ്പുറത്ത് ഒരു ചെമ്മനിയോട് എന്ന് പറയുന്ന വില്ലേജിൽ ജനിച്ച് അവിടെ തന്നെ വളർന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഹിസ് ലവ് ഫോർ ലേണിംഗ് വാസ് നർച്ചേർഡ് ബൈ ദ ടീച്ചേഴ്സ് ഇൻ ഹിസ് ലോക്കൽ സ്കൂൾ. അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിനോടുള്ള ആ സ്നേഹം, അറിവുകൾ നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെത് നർച്ചർ ചെയ്ത് വളർത്തി ഉഷാറാക്കി എടുത്തത് അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സാണ്. ലോക്കൽ സ്കൂൾ, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ചെറിയ സ്കൂളിലെ ടീച്ചേഴ്സാണ്. ആൻഡ് ബുക്സ് ഇൻ ഹിസ് ലോക്കൽ ലൈബ്രറി, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു സാധാരണ ലൈബ്രറിയിലുള്ള ബുക്കുകളുമാണ്. He has won the 2020 Chuascas Young Scientist Award for the Frontier Science. ഫ്രണ്ടിയർ സയൻസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അവാർഡായിട്ട് LTWSCS എന്ന് പറഞ്ഞിട്ട് അവാർഡ് അദ്ദേഹത്തിന് 2020 ലഭിച്ചിട്ടുണ്ട്. He is now an astrophysicist and the International Center for the Theoretical Science in Bangalore. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിട്ടാണ് കേട്ടോ. ഈ ഗോളങ്ങളെക്കുറിച്ചും ആഗോളങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ മൂവ്മെൻറ്റ്സുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ബഹിരാകാശത്തും അന്തരീക്ഷത്തിലൊക്കെ ഉള്ള ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ജ്യോതിശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. അദ്ദേഹത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ മലയാളത്തിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് അറിഞ്ഞതിന് ശേഷം ഇത് വന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈ ചാപ്റ്ററായിട്ട് ഒരു അറ്റാച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. നോക്കാം. നൗ ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ഇൻ എ ക്വസ്റ്റ്യൻ ഓഫ് സയൻസ് ദ അതോറിറ്റി, സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ ദ അതോറിറ്റി ഓഫ് ദ 1000 ഈസ് നോട്ട് എ വർത്ത് ഓഫ് ദ ഹംബിൾ റീസണിങ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഗലീലിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഗലീലിയോ എന്താ പറഞ്ഞത് നോക്കാം. നമ്മുടെ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എടുക്കുകയാണെങ്കിൽ അതോറിറ്റി ഓഫ് 1000 ഈസ് നോട്ട് എ വർത്ത് എന്താ പറയുക, മെയിൻ ആയിട്ടുള്ള ആളുകളുടെ അല്ലേ, അധികാരത്തിൽ നിൽക്കുന്ന ആളുകളുടെ 1000 ചോദ്യങ്ങൾക്ക് പകരമാണ് എംബിൾ ഓഫ് റീസണിങ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഒരു സാധാരണ മനുഷ്യൻ്റെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു യുക്തിക്ക്
ചേർന്നിട്ടുള്ള ഒരു ചോദ്യത്തിന് പകരമാവില്ല ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ആരുടെ, ഈ അധികാരികളുടേത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1000 of people may have seen apple falling from tree. ആയിരക്കണക്കിന് ആളുകൾ ആപ്പിളിന്റെ മരത്തിൽ നിന്ന് ആപ്പിൾ വീഴുന്ന കണ്ടിട്ടുണ്ടാവും. But it took the curiosity and keen observation of ഐസക് ന്യൂട്ടൺ ടു റിലേറ്റ് ദ ഫോൾ ഓഫ് എൻ ആപ്പിൾ ടു ദ ലോസ് ഓഫ് ഗ്രാവിറ്റി. ഒരുപാട് ആളുകൾ, പല ആളുകൾ ആപ്പിൾ വീണ് കണ്ടു. പക്ഷേ ക്യൂരിയോസിറ്റി, ദാറ്റ് മീൻസ് എ കൗതുകം, എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, ആൻഡ് ഒബ്സർവേഷൻ അല്ലേ, നിരീക്ഷിക്കാനുള്ള ഒരു മനോഭാവം, ഇത് രണ്ടും ന്യൂട്ടൻ്റെത് ഉണ്ടായത് കൊണ്ടാണ് ആപ്പിൾ വീണിൽ നിന്നും ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ തിയറി അദ്ദേഹം കൊണ്ടുവന്നത്. ആൻഡ് ഗ്രാവിറ്റി ആൻഡ് മോഷൻ കേട്ടോ, ചലനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂട്ടൻ്റെ തിയറാണ്. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണല്ലോ അദ്ദേഹം അത് ഭൂമിക്ക് വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടുപിടിച്ചത് അല്ലേ. ക്യാൻ യു സൈറ്റ് അതർ എക്സാമ്പിൾ ഓഫ് ദ റെവല്യൂഷണറി ഡിസ്കവറി ദാറ്റ് അറൈസ് ഫ്രം ദ ക്യൂരിയോസിറ്റി ഒബ്സർവേഷൻ? നിങ്ങളിങ്ങനെ ക്യൂരിയോസിറ്റിന്ന് ഒബ്സർവേഷനും ഒക്കെ കണ്ടുപിടിച്ച ബാക്കിയുള്ള പണ്ടുള്ള എല്ലാവരും പലതും കണ്ടുപിടിച്ചിരിക്കണം. ഇങ്ങനെ ഒബ്സർവേഷനും ഒരുവിധം എല്ലാ കണ്ടുപിടുത്തവും ഈ ഒബ്സർവേഷനും കൗതുകത്തൊന്നും തന്നെയായിട്ട് ഉണ്ടായിട്ടുള്ളത്. Here is an excerpt from the interview with Dr. Ajit Parameswaran. നമുക്ക് ഡോക്ടർ അജിത് പരമേശ്വരൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എ യങ് സയൻറ്റിസ്റ്റ് ഫ്രം അവർ ഓൺ സ്റ്റേറ്റ് കേരള, നമ്മുടെ കേരളത്തിലുള്ള സയൻറ്റിസ്റ്റാണ്. ഹി ഹാസ് ഫോളോഡ് ദ ട്രയൽ ഓഫ് സയൻസ് ഫ്രം വെരി യങ് ഏജ് യൂസിങ് ഓൾ ദ റിസോഴ്സ് ഓഫ് ഫെസിലിറ്റി ഇൻ ലോക്കൽ സ്കൂൾ ലൈബ്രറി. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ലൈബ്രറിയിലും അദ്ദേഹത്തിൻ്റെ ലോക്കൽ സ്കൂളിലൊക്കെ വെച്ചിട്ടുള്ള മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെറുപ്പത്തിൽ തന്നെ ഒരു യങ് സയൻറ്റിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പോലെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ അജിത് പരമേശ്വരൻ. അദ്ദേഹത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. നിങ്ങളുമായി സംസാരിക്കാനുള്ള ഈ അവസരം കിട്ടിയതിൽ നന്ദി പറയുന്നു. എവരി വൺ നോസ് ദാറ്റ് സയൻറ്റിസ്റ്റ് ഡിസ്കവർ തിങ്സ്. എല്ലാവർക്കും അറിയാം വസ്തുക്കൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഡിസ്കവർ തിങ്സ് പറഞ്ഞാൽ എന്താ, ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ആരാണ്? സയൻറ്റിസ്റ്റുകളാണ്, ശാസ്ത്രജ്ഞരാണ്. ബട്ട് വാട്ട് എക്സാക്ട്ലി ഡു ദേ ഡു? പക്ഷെ യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യുന്നത്? ഡോക്ടർ അജിത് പരമേശ്വരൻ ആണ് അതിനുള്ള ഉത്തരം പറയാണ്. When I was a child, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ there were no scientist around for me to ask this question. എൻ്റെ ചുറ്റും ഒരു സയൻറ്റിസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ബട്ട് ഈവൻ നൗ, പക്ഷേ ഇപ്പോൾ മൈ ഫ്രണ്ട്സ് സംടൈംസ് ആസ്ക് മീ ദ സെയിം തിങ്. എൻ്റെ ഫ്രണ്ട്സ് ഈ സെയിം നിങ്ങളിപ്പോൾ ഈ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. ഹാഫ് ജോക്കിംഗ്, പലപ്പോഴും തമാശയായിട്ട്, ഹാഫ് സീരിയസ്, പലപ്പോഴും സീരിയസ് ആയിട്ട്. ഐ ഓഫൺ ലോഫ്ഡ് ഇറ്റ് ഓഫ് ആൻഡ് ചേഞ്ച് ദ ടോപ്പിക്. ഞാൻ പലപ്പോഴും അത് ചിരിച്ചു തള്ളും, അല്ലെങ്കിൽ ആ ടോപ്പിക്ക്, സബ്ജക്റ്റ് അവിടെ നിന്ന് മാറ്റും അല്ലേ. സംസാരിക്കുന്ന വിഷയം നേരെ മാറ്റിക്കളയും. So Dr. Parameswaran, how would you describe what scientists do? എങ്ങനെയാണെങ്കിൽ ഡോക്ടർ പരമേശ്വരൻ നിങ്ങൾ പറയൂ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? എന്താണ് സയൻറ്റിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ളൊരു എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ എന്നാണ്. അപ്പോൾ ഡോക്ടർ പരമേശ്വരൻ പറയാണ്, അജിത് പ്ലീസ് കോൾ മീ അജിത്. എന്നെ നിങ്ങളിങ്ങനെ ഡോക്ടർ പരമേശ്വരൻ, അജിത് പരമേശ്വരൻ ഇങ്ങനെ വിളിക്കണ്ട, എന്നെ നിങ്ങൾ അജിത് എന്ന് വിളിച്ചോളൂ. I think a good description would be that scientists create knowledge. എനിക്ക് എന്താണ് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? അറിവുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയ പുതിയ അറിവുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റായിട്ട് അദ്ദേഹം പറയുന്ന ഡിസ്ക്രിപ്ഷൻ. ഓൾ ഹ്യൂമൻസ്, എല്ലാ മനുഷ്യരും, ആൻഡ് ഈവൻ മെനി ആനിമൽസ്, ഈവൻ മൃഗങ്ങൾ വരെ ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. അറിവിൻ്റെ ഉപഭോക്താക്കളാണ്, അറിവ് വാങ്ങുന്നവരാണ് അല്ലേ. നമ്മുടെ ഈ ആളുകൾ, ഇപ്പം നമ്മൾ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാം എന്താണ്, അറിവുകൾ വാങ്ങുന്നവരാണ് അല്ലേ പല ആളുകളും. ദെൻ എ ഫാർമർ ഹാസ് ടു നോ വെൻ ടു സോ ആൻഡ് റീപ്പ് അല്ലേ. ഒരു ഫാർമർക്ക് എന്തറിയണം? എപ്പോൾ വിത്ത് വിതക്കണം, എപ്പോൾ കൊയ്യണം. സോ വിതക്കുക, റീപ്പ് പറഞ്ഞാൽ കൊയ്യുക. എപ്പോൾ വിതക്കണം, എപ്പോൾ കൊയ്യണം എന്നുള്ളത് ഒരു സയൻറ്റിസ്റ്റ് വരെ അറിയണം അല്ലേ. അല്ല, സയൻറ്റിസ്റ്റ് അല്ലെ ഫാർമർക്ക്. then a vegetable vendor needs to do some arithmetic in his head. അതുപോലെ തന്നെ ഒരു കച്ചവടക്കാരന് അല്ലേ എന്തുണ്ടാവണം? കുറച്ച് കണക്ക്, അരിത്തമെറ്റിക്, മാത്സ് അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടാവണം, അദ്ദേഹത്തിൻ്റെ തലയിൽ ഉണ്ടാവണം. ആൻഡ് ആൻ എഞ്ചിനീയർ നീഡ്സ് ടു ഒരു എഞ്ചിനീയർ നീഡ്സ് ടു നോ, ഒരു എഞ്ചിനീയർക്ക് എന്തറിയണം? ഫോർ എക്സാമ്പിൾ ഹൗ ടു ഡിസൈൻ എ ബ്രിഡ്ജ്, എങ്ങനെ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യാം.
ദാറ്റ് ക്യാൻ ഹോൾഡ് ദ റിക്വേർഡ് ലോഡ്. അതിന് എത്രത്തോളം അതിന് താങ്ങാവുന്ന ലോഡുകൾ അല്ലേ, എത്ര ലോഡ് ലോഡ് എത്രത്തോളം താങ്ങും അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു ബ്രിഡ്ജ് നിർമ്മിക്കാൻ അറിയണം. ഇതെല്ലാം എന്താണ്? ആവശ്യകതകളാണ്, ഇതെല്ലാം അറിവുകളാണ്. ഇങ്ങനെയുള്ള അറിവുകൾ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? സയന്റിസ്റ്റുകൾ വേണം, അവർ തരുന്ന നോളജുകൾ വേണം. ക്ലിയർ? What made you interested in the creation of knowledge, Ajit? Did something spark your curiosity about the natural world? What made you interested in the creation of knowledge? Okay, നിങ്ങൾ ഈ അറിവിൻ്റെ ഈ ഒരു ലോകത്തോട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വന്നത്? Did something spark your curiosity about the natural world? ഈ നമ്മുടെ ഈ പ്രകൃതി, നമ്മുടെ ഈ ഭൂമി, നമ്മുടെ ഈ നാച്ചുറൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയാണ്, ആ സ്പാർക്ക് എങ്ങനെയാണ് നിങ്ങളിൽ വന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം, ഇതിനെക്കുറിച്ച് അറിയണം, അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ് സംഭവിക്കണമെന്ന് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എവിടെ നിന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പാർക്ക് മൈൻഡിൽ വന്നത്? അജിത് പറയുകയാണ്, വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ, എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം, അദ്ദേഹത്തിന് ഒരു മലയാളത്തിലുള്ള ഒരു ഫാസിനേറ്റിംഗ് പറഞ്ഞാൽ അതിശയപരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ബുക്ക് വായിച്ചു. എന്തുകൊണ്ട് 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 എന്നായിരുന്ന ബുക്ക്. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനത്തെ ബുക്കുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയില്ല. നമ്മൾ ട്രെയിനിലും പല ബസ് സ്റ്റോപ്പിലൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു, നമ്മളൊക്കെ പോകുന്ന ടൈമിൽ ഒരാൾ വന്നിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്, എന്നിട്ട് കുറേ പ്രകൃതിയിലുള്ള സംഭവം ഇങ്ങനെ വായിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്നിട്ട് ഓരോന്ന് വായിച്ചതെല്ലാം എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയണ്ടേ എന്നിങ്ങനെ പറയും. അങ്ങനെ എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പല പല രീതിയിൽ നമുക്ക് അതിശയപ്പെടുന്ന രീതിയിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് സയൻസ് അറിയാം. സയൻസ് അറിയാത്ത ടൈമിൽ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? അതിശയമായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിഭാസം സംഭവിക്കുന്നത്? ഇങ്ങനെ അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് അവർ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറയും കേട്ടോ. ആൻഡ് വിച്ച് may loosely translate as why is it so. ഇത് നേരെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ why is it so, എന്തുകൊണ്ട് എന്നായിരിക്കും അതിൻ്റെ ട്ടോ ഇംഗ്ലീഷ്. വാസ് പബ്ലിഷ്ഡ് ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഈ ബുക്ക് ഇറക്കിയിട്ടുള്ളത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അവർ ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. അദ്ദേഹത്തിന് നാട്ടിലുള്ള ചെറിയ ലൈബ്രറിയിൽ എന്തുണ്ടായിരുന്നു? അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. The book explained many interesting phenomena of the natural world to curious reader. ആ ബുക്കിൽ എന്തൊക്കെ പറയുന്നുണ്ട്? മെനി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിനാസ്, പ്രതിഭാസങ്ങൾ ഓഫ് ദ നാച്ചുറൽ, പ്രകൃതിയുടെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രതിഭാസങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ടായിരുന്നു. ടു ദ ക്യൂരിയസ് റീഡർ, എന്താണ്? കൗതുകങ്ങൾ നിറഞ്ഞ് വായിക്കുന്ന വ്യക്തിക്ക് അതിൽ ഒരുപാട് പ്രകൃതിയുടെ പല പല രീതിയിൽ അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Even now, ഇപ്പോഴും books remain a source of the reliable information, unlike most of the information we get online. നമുക്ക് ഓൺലൈനിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ബുക്ക് തന്നെയാണ് റിയലബിൾ ആയിട്ടുള്ള, ഐ മീൻ സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ, അറിവുകൾ നമുക്ക് നൽകുന്നത് എന്ത് തന്നെയാണ്? ബുക്ക് തന്നെ. റിയലബിൾ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അറിവുകൾ നമുക്ക് നൽകുന്നത് ബുക്ക് തന്നെയാണ്. ഓൺലൈൻ ഇൻഫർമേഷൻസ് ഒരുപാടുണ്ടെങ്കിൽ പോലും എന്നാണ് അദ്ദേഹം പറയുന്നത്. But Ajit, even now, despite all information available, are the important questions that remain unanswered. ഓക്കെ അജിത്, ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഈവൻ നൗ ഇപ്പോഴും ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിലും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇപ്പോഴും ഉത്തരങ്ങൾ ലഭിക്കാത്തതുണ്ടോ എന്നാണ് ചോദ്യം. അൺഡൗട്ടബിളി, തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ പറയും ഉണ്ട്. Okay, we still don't have very good answer to many important questions that concern us. അല്ലേ? നമുക്ക് ഇപ്പോഴും പല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ്റെയും പല അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് അദ്ദേഹം പറയാണ്, വാട്ട് ആർ ദ റിയൽ റീസൺ ഫോർ ദ ഇൻക്രീസിങ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇൻ കേരള. കേരളത്തിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആന ചവിട്ടി കൊന്നത് പോലെ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും, അവിടെ ഇങ്ങോട്ട് കൊല്ലും ഇങ്ങോട്ട് കൊല്ലും, കാള കുത്തി കൊന്നു. അതുപോലെ നമ്മൾ ആനയും കൊണ്ട് നല്ല പോലെ രീതിയിൽ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നോക്കുന്ന പാപ്പാനായിരിക്കും എന്താണ് കയ്യിൽ നിന്ന് പോകും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ വല്ലാണ്ട് ഇറങ്ങി വന്നിട്ട് മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു സിസ്റ്റമൊക്കെ രീതിയൊക്കെ ഇപ്പം ഉണ്ട് അല്ലേ? അപ്പം അതിൻ്റെയൊക്കെ കാരണം എന്താണ്? പലരും പലതും പറയുന്നുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. വൈ ഡു വി നൗ ഹാവ് സോ മെനി മോർ എക്സ്ട്രീം വെതർ ഇവൻ സച്ച് ആസ് ഫ്ലാഷ് ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ്? അതുപോലെ മറ്റൊന്നാണ്,
എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്നുള്ള ഈ എക്സ്ട്രീം ലെവലിൽ അങ്ങേയറ്റം മാറി വരുന്ന കാലാവസ്ഥകൾ? ചില സമയത്ത് ഒന്നായിട്ട് അങ്ങ് വെള്ളപ്പൊക്കം വരും അല്ലേ? ചെറിയ ചാറ്റുമഴ ഒന്നായിട്ട് വെള്ളപ്പൊക്കം വരും. ചില സമയത്ത് മണ്ണിടിച്ചിൽ അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ നമ്മൾ അതിൻ്റെ ദിവസം പറയുന്നുണ്ട് അല്ലേ? പല രീതിയിലുള്ള ഭൂമിയെ നമ്മൾ നശിപ്പിച്ചിട്ടൊക്കെയാണ്. പക്ഷെ ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. ദെൻ വൈ ആർ ദർ ഫ്രീക്വന്റ് ഔട്ട്ബ്രേക്സ് ഓഫ് റെയർ വൈറൽ ഡിസീസ്? അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഈ റെയർ ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടല്ലോ, പെട്ടെന്നുള്ള നമുക്ക് അപൂർവമായിട്ടുള്ള അസുഖങ്ങൾ, പെട്ടെന്ന് ഇങ്ങോട്ട് നിപ്പ, കൊറോണ, ഇങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ ഇന്ന വരെ കേൾക്കാത്ത വന്നതിന് ശേഷമാണ് പിന്നീട് അതിൻ്റെ പേരിൽ റിസർച്ചും കാര്യങ്ങളും നടക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള വൈറസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരിക, ഇതിൻ്റെയൊക്കെ എന്താ റീസൺ? വൈ ആർ ദർ ആർ മെനി മോസ്കിറ്റോ? എത്രത്തോളം നമ്മൾ അവിടെ വെള്ളം കെട്ടിക്കണോ ഒഴിവാക്കി, ഇവിടെ വെള്ളം കെട്ടിക്കണോ ഒഴിവാക്കണ്, അത് ചെയ്യണ് ഇത് ചെയ്യണ് എല്ലാം തെളിച്ചാൽ നമ്മുടെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും കൊതുകുകൾ? ഇങ്ങനെ പല ചോദ്യങ്ങൾ. വി ഡോണ്ട് ഹാവ് ഗുഡ് ആൻസർ ടു ദിസ് ആർ വേരിയസ് അതർ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, വേരിയസ് ഡിഫറെൻറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ല. It is said that curiosity is at the heart of the science. Why is curiosity so important? ചോദിക്കുകയാണ്, സയൻസിന്റെ ഹൃദയം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ്, ആകാംക്ഷ അല്ലേ? അറിയാനുള്ള കൗതുകം, അതാണ്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ക്യൂരിയോസിറ്റിക്ക് എന്താ ഇത്ര ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിക്കുകയാണ്. ക്യൂരിയോസിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ഗുഡ് സയൻറ്റിസ്റ്റ്. ഒരു നല്ല സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ എസെൻഷ്യലാണ്, എസെൻഷ്യൽ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? ക്യൂരിയോസിറ്റി, കൗതുകം, ആകാംക്ഷ. ഇറ്റ് ഡ്രൈവ്സ് ദ ക്യൂസ്റ്റ് ഫോർ നോളജ്. അത് എവിടെ എത്തിക്കും? ആകാംക്ഷ നമ്മൾ എവിടേക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും? ഡ്രൈവറിനെ മുന്നോട്ട് നയിക്കും. ക്യൂസ്റ്റ് ഫോർ നോളജ്, അറിവ് തേടുവാൻ നമ്മളെ ഇത് മുന്നോട്ട് നയിക്കും. ഓക്കെ. വൈൽ ചിൽഡ്രൻ നാച്ചുറലി ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മുടെ കുട്ടികൾ സാധാരണ കാഷ്വലായിട്ട് നാച്ചുറലി അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വേളയിൽ അഡൽട്ട് ഓഫൻ ഡു നോട്ട്. പക്ഷേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ചെറിയ മക്കൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ ഒരു വലിയ വലിയ കുട്ടികളാകുമ്പോൾ +2 ഡിഗ്രി ഒക്കെ എത്തുന്ന കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കൽ അവിടെ നിർത്തും അല്ലേ? ഐദർ because they don't care or because they don't want to appear ignorant. either because they don't care, ഒരു പക്ഷേ അവരത് എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ because they don't want to appear ignorant, അവർക്കൊരിക്കലും ആരായിട്ട് മുമ്പിൽ നിൽക്കുക, ഇഗ്നറൻ്റ് പറഞ്ഞാൽ അറിവില്ലാത്തവരായിട്ട് അവരെ ചിത്രീകരിക്കുന്നത് അവർക്ക് പറ്റില്ല. ഇപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചാൽ ടീച്ചർ എന്താ വിചാരിക്കുക, എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ എന്തായാലും ഓനത് മനസ്സിലായില്ല അങ്ങനെ വിചാരിക്കും. അപ്പം മറ്റുള്ളവരെ അറിവില്ലല്ലോ എനിക്ക് എന്ന് ചിന്തിക്കും എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ബോധേഡല്ല, എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് നമ്മുടെ അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, കുട്ടികളെ പോലെ. ഓക്കെ. സയൻറ്റിസ്റ്റ് ഹവർ മസ്റ്റ് റിറ്റെയിൻ ദ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി. തീർച്ചയായിട്ടും ഒരു സയൻറ്റിസ്റ്റിന് എന്ത് വേണം? കുട്ടികളുടെ സ്വഭാവത്തിലുള്ള ക്യൂരിയോസിറ്റി. കുട്ടികൾ അങ്ങനെ എന്ത് കണ്ടാലും ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചില സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടൊക്കെ തോന്നും. എന്ത് കണ്ടാലും ചോദിച്ച് വീണ്ടും അടുത്ത ചോദ്യം അങ്ങനെ പോകുന്ന വൈക്കലും വീട്ടിലിരുന്നാൽ എന്ത് കണ്ടാലും അവർക്ക് ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട്? അവരുടെ കൗതുകം കൊണ്ട്. അഡ്മിറ്റ് ഇഗ്നറൻസ്, കാരണം അവരുടെ അറിവില്ലായ്മ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അത് അംഗീകരിക്കും. നമ്മുടെ മുമ്പിൽ അവർ സമ്മതിക്കണം, അവർക്ക് അറിയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു തരും. ആ ഒരു രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട്. ഇത് വലിയ ആളുകൾക്ക് ഇത് മടിയുണ്ടായതുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ നിർത്തുന്നത്. ഓക്കെ. അപ്പൊ കുട്ടികളെ പോലെ ആയാലുള്ളൂ ഒരു നല്ല സയന്റിസ്റ്റ് ആവാൻ പറ്റുക. ഓക്കെ. ഒരു നല്ല സയന്റിസ്റ്റിന് വേണ്ട ബെസ്റ്റ് ഗുണം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ആണ്. അത് എങ്ങനെയുള്ള ക്യൂരിയോസിറ്റി ആണ്? ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ആണ് വേണ്ടത്. ദിസ് ഈസ് അലോൺ ക്യാൻ ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂ. ഇതാണ് ഏത് ഈ പറഞ്ഞ ക്യൂരിയോസിറ്റി, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഡ്രൈവ് ദം ടു ഡിസ്കവർ ട്രൂത്ത്. എന്നാൽ മാത്രമേ നമ്മൾ സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. ഓഫ് കോഴ്സ്, തീർച്ചയായും ക്രിയേറ്റിംഗ് ന്യൂ നോളജ് ഓൾസോ റിക്വയർസ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട്സ് എവർ ഓൾറെഡി നോ. തീർച്ചയായിട്ടും ക്രിയേറ്റിംഗ് ന്യൂ നോളജ്, പുതിയ അറിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓൾസോ റിക്വയർസ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ്, നല്ല രീതിയിലുള്ള ഒരു അറിവ് വേണം. ഓഫ് വാട്ട്സ് ഓൾറെഡി നോ, നമുക്ക് അതിനെക്കുറിച്ച് ഓൾറെഡി ചെറുതായിട്ടുള്ള ഒരു അറിവ് അല്ലേ? ഇപ്പം നമ്മളൊരു ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ചന്ദ്രനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഓൾറെഡി ചന്ദ്രനിൽ പോകുന്നതും അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഓൾറെഡി നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് വേണം.
ആ അറിവിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒന്നും അറിയാതെ നമ്മൾ ചന്ദ്രൻ നമുക്കൊരു അമ്പിളിമാമനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും അതിനെക്കുറിച്ച് കണ്ടെത്താൻ കഴിയില്ല. ഓൾറെഡി അതിനെക്കുറിച്ചും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടുത്തെ എല്ലാ പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയേ മാത്രമേ ഉള്ളൂ. ആ ഒരു അറിവ്, ബേസ് അറിവ് നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിലോട്ടുള്ള അറിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. ആസ് ന്യൂട്ടൺ സെഡ്, ഇഫ് ഐ ഹാവ് സീൻ ഫർദർ, ഞാൻ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഗെയിൻ, അതെൻ്റെ മുൻപുള്ള ആളുകളുടെ ഷോൾഡറിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, എന്താണ് ഗെയിൻ എന്ന് പറഞ്ഞ മഹാന്മാർ അല്ലേ, മുമ്പുള്ള ആളുകൾ കണ്ടുപിടിച്ചിട്ടില്ല, അവർ തന്നിട്ടുള്ള അറിവിൻ്റെ ഷോൾഡർ മീൻസ് അത് നേടിയതിന് ശേഷമാണ്, അവർ തന്നിട്ടുള്ള അറിവിൻ്റെ മുകളിൽ നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതിൻ്റെ മുകളിലെ അറിവുകൾ കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു അറിവ് വേണം എന്നാണ് പറയുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ പർപ്പസ് ആസ് ഫോർ ദിസ്. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കും അല്ലേ. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഗോളങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും സയൻസിലും എല്ലാം, ഇപ്പം നമ്മൾ കെമിസ്ട്രിയിലാണെങ്കിൽ ബാക്കി ആസിഡും എല്ലാത്തിനെ കുറിച്ചും നമ്മൾ അവിടെയും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ബേസ് ആയിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. മുകളിലോട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസ് ആയിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കണം. അത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. You will agree, Ajit, that we need more scientists. What then are the qualities of a good scientist? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്, നിങ്ങൾ യോജിക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് സയൻറ്റിസ്റ്റുകളെ, ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയൻസ്? നല്ലൊരു സയൻറ്റിസ്റ്റിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ് കേട്ടോ. നോക്കാം. അജിത്, ആസ്പയറിംഗ് സയൻസ് നീഡ്സ് ടു മാസ്റ്റർ റിസർച്ച് ഓഫ് ടെക്നിക്സ്. എന്തറിയണം അവർക്ക്? ടെക്നിക്കുകളെ കുറിച്ച്, മാസ്റ്റർ റിസർച്ച് ഓഫ് ടെക്നിക്സ്. പുതിയ പുതിയ ടെക്നിക്കുകളെ, റിസർച്ചുകളെയും ടെക്നിക്സുകളെ കുറിച്ചും എല്ലാം എന്ത് വേണം? ടെക്നോളജിയെ കുറിച്ചുള്ള അറിവുകൾ അവർക്ക് വേണം. ദേ നീഡ് ടു ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ്. അവർ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കണം. ആൻഡ് കണ്ടക്ട് എ കെയർഫുൾ എക്സ്പെരിമെൻറ്റ്. ആ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് അവർ കണ്ടെത്തണം അല്ലേ. വളരെ കെയർഫുൾ ആയിട്ടുള്ള, സൂക്ഷ്മമായിട്ടുള്ള പരീക്ഷണങ്ങൾ അവർ അതിനു വേണ്ടിയിട്ട് ചെയ്യണം. ടു അറൈവ് അറ്റ് എ ലോജിക്കൽ ആൻഡ് ബിയാസ്ഡ് കൺക്ലൂഷൻ. ആ എക്സ്പെരിമെന്റിൽ നിന്നും അവരെവിടെ എത്തിച്ചേരുക? ലോജിക്കൽ, യുക്തിക്ക് ചേർന്ന രീതിക്കുള്ള അൺബിയാസ്ഡ് കൺക്ലൂഷൻ. അൺബിയാസ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഇല്ലാത്ത, കറക്റ്റ് നീതിപൂർവമായിട്ടുള്ള ഒരു നിഗമനത്തിൽ അവരെത്തിച്ചേരണം. ഓക്കെ, അപ്പം എന്താണ്? ആദ്യം എന്താവണം? മാസ്റ്റർ ഓഫ് റിസർച്ച് ടെക്നിക്സ് ആവണം. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ട് അതിന് ചേർന്ന രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യണം. ആ എക്സ്പെരിമെൻറ്റിൽ നിന്നും എവിടെ എത്തിച്ചേരണം? അതിൽ നിന്നും വളരെ ലോജിക്കലായിട്ടുള്ള അൺബിയാസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ അവിടെ എത്തിച്ചേരണം. ഓക്കെ, എന്നിട്ടോ ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ ദ എവിഡൻസ്. അവർ ഈ എക്സ്പെരിമെൻറ്റിലൂടെയും അവരെത്തിച്ചേർന്നതിലൂടെ എല്ലാം അവരെന്ത് ചെയ്യണം? ഈ എല്ലാ എവിഡൻസും, എല്ലാ തെളിവുകളും, എവിഡൻസ് മീൻസ് തെളിവുകൾ, അവർ ക്രിട്ടിക്കലി പറഞ്ഞാൽ വിമർശിക്കുക അല്ലേ. എന്തിനെ ഒരു വിമർശനാരൂപത്തിൽ കണ്ടാലേ ഉള്ളൂ നമ്മൾക്ക് അതിനെ പറ്റി അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ. അപ്പം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ എന്തായി? അടുത്തൊരു പുതിയ സംഭവം കണ്ടുപിടിക്കലായി അല്ലേ. അതെന്താ അങ്ങനെ, അതെന്താ അങ്ങോട്ട് കറങ്ങാതെ ഇങ്ങോട്ട് കറങ്ങാത്ത. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്ത് വരും? അവിടെ പുതിയൊരു സയൻസ്, പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടാവും. അതാണ് പറഞ്ഞത് കേട്ടോ. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. എല്ലാത്തിനും വളരെ വിമർശന രൂപത്തോട് കൂടിയിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തെളിവുകളും ഇങ്ങനെ ഓരോന്നിനും ക്രിട്ടിക്കലി നമ്മളിങ്ങനെ വിലയിരുത്തണം. എ ഗുഡ് സയൻറ്റിസ്റ്റ് ഈസ് ഓൾവേസ് ഡൂയിങ് റിസർച്ച്. ഒരു നല്ല സയൻറ്റിസ്റ്റ് എപ്പോഴും ഇങ്ങനെ റിസർച്ചുകളും പരീക്ഷണങ്ങളും പല രീതിയിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പെർഹപ്സ് ഈവൻ ഹർ ഡെത്ത് ബെഡ്, മേ ബി അവരുടെ ഡെത്ത് ബെഡിൽ വരെ, അവരുടെ മരണം വരെ അവരിങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടും ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടും ഇങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്. അജിത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്? ആർക്കാണ് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ കഴിയുക എന്നുള്ളതാണ്. അജിത്, നോട്ട് എവരി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. എല്ലാവർക്കും ഒരു നല്ല സയൻറ്റിസ്റ്റ് ആവാൻ സാധിക്കില്ല. നോട്ട് എവരി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. എല്ലാവർക്കും ഒരു നല്ല സയൻറ്റിസ്റ്റ്, നല്ല ശാസ്ത്രജ്ഞൻ ആവാൻ സാധിക്കില്ല. ബട്ട് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവർ. പക്ഷെ ഒരു നല്ല സയൻറ്റിസ്റ്റ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഓക്കെ,
ഇപ്പം ഇന്ന് നമുക്കൊരു പരിചയമില്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ നല്ലൊരു സയൻറ്റിസ്റ്റ്, ചിലപ്പോൾ വല്ല ഉഗാണ്ടയിൽ നിന്നോ അല്ല ആഫ്രിക്കയിൽ നിന്നോ. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നല്ല സയൻറ്റിസ്റ്റ് ഏത് നിമിഷവും വരാം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, തമിഴ്നാട്, കേരളം, കർണാടക, മഹാരാഷ്ട്ര, എവിടെ നിന്നാണ് ഒരു നല്ല സയൻറ്റിസ്റ്റ് നാളെ വരിക എന്നറിയില്ല. ഏറ്റവും കൂടുതൽ നാളെ ഫേമസ് ആവാൻ പോകുന്ന ഒരു സയൻറ്റിസ്റ്റ് ഏത് നാട്ടിൽ നിന്ന് വരുന്ന അറിയില്ല, പക്ഷേ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സോ ഐ വുഡ് സേ എനിവൺ ക്യാൻ ബിക്കം എ സയൻസ്. സോ അതുകൊണ്ട് അദ്ദേഹം പറയാണ് എല്ലാവർക്കും എന്താവാൻ സാധിക്കും, ഒരു സയൻറ്റിസ്റ്റ് ആവാൻ, ഒരു ശാസ്ത്രജ്ഞനാവാൻ സാധിക്കും. ഓക്കെ, പക്ഷെ എന്ത് വേണം, ചോദ്യങ്ങൾ ചോദിക്കണം, ആകാംക്ഷയുള്ളൊരു ജീവിതമാവണം, ക്യൂരിയസ് ആവണം. ഓക്കെ, ഫൈനലി അജിത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? ഓക്കെ, നിങ്ങൾക്ക് യുവതലമുറയോട് ഇപ്പോഴുള്ള ഈ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? Don't hesitate to follow your interest and passion. Don't hesitate. നിങ്ങൾ ഒരിക്കലും പിൻവാങ്ങരുത്, മടി കൊണ്ട് നിങ്ങൾ ഒരിക്കലും പിൻവാങ്ങരുത്. ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ. നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ ഇഷ്ടം, അതിൽ നിന്നൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പിൻവാങ്ങരുത്. ആൻഡ് വർക്ക് ഹാർഡ്. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. I would urge you to follow your interest seriously. I would urge you to follow your interest seriously. Of course, ഞാൻ എന്ത് പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ താല്പര്യം അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം. ഓഫ് കോഴ്സ്, തീർച്ചയായും യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ഡു വർക്ക് ഹാർഡ്, നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഐ സ്ട്രോങ്ലി ബിലീവ് there is a place for everyone. ഞാൻ പൂർണ്ണമായിട്ടും സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിക്കുന്നു, there is a place for everyone. എല്ലാവർക്കുമുള്ള ഒരു പ്ലേസ് അവിടെ ഉണ്ട്, അല്ലേ? നമ്മൾ പറയാറില്ലേ, ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്, അല്ലേ? ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് ബിസിനസ്സും കച്ചവടമൊക്കെ ചെയ്യും. അവിടേക്ക് വന്നിട്ട് പുതിയ ആളെ സെയിം കച്ചവടം ചെയ്യുന്ന എന്ത് മനോഭാവത്തിലാണ്, അയാൾക്ക് കിട്ടാനുള്ളത് അയാൾക്ക് കിട്ടും, അയാളുടെ പ്ലേസ് അവിടെ ഒഴിഞ്ഞു കിടക്കുക, അത് മറ്റേ ആളുടെ പ്ലേസാണ്. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾക്കും ഇപ്പം നമ്മൾ പറയും എല്ലാവരും പഠിച്ച് ഡോക്ടർമാരും എഞ്ചിനീയർമാരാവാണെന്ന്, അല്ലേ? അവർ പഠിച്ച് ഡോക്ടർമാരും എഞ്ചിനീയർമാർ, അത് അവരുടെ പ്ലേസാണ്. ഓക്കെ, നമ്മൾ പഠിച്ച് ഡോക്ടർ എഞ്ചിനീയർ, നമുക്ക് വേണ്ട പൊസിഷൻ, നമുക്ക് വേണ്ട പ്ലേസ്, നമുക്ക് വേണ്ട ജോലി അത് അപ്പുറത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്ലേസ് ഉണ്ട്. അതേപോലത്തെയാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവുകൊണ്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും അതായി, ഞാനതായി കഴിഞ്ഞാൽ എനിക്കുണ്ടാവില്ല, അങ്ങനെയല്ല. അത് അവരുടെ പ്ലേസാണ്, അതവിടെ. നിങ്ങളുടെ പ്ലേസ് അപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടക്കണം. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം അവിടെ കിട്ടും. ഓക്കെ, അത് അവരുടെ പ്ലേസാണ്, നിങ്ങളുടെ സ്ഥാനം അപ്പോഴും എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അതാണ് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച് അജിത്. We will always treasure this experience of talking to you. Thank you very much. This is a treasure to this experience to talk to you. അവരെന്ത് ചെയ്യണം, ഒരുപാട് എന്നും നിങ്ങളുമായിട്ടുള്ള ഈ അനുഭവം, ഈ ഒരു സംസാരം ഞങ്ങൾ എന്നും കരുതി വെക്കും, ഓർത്തു വെക്കും. ഇറ്റ് ഈസ് മൈ പ്ലഷർ. ഇതെനിക്ക് സന്തോഷമാണ്, ഇതെൻ്റെ കടമയാണ്. താങ്ക് യു വെരി മച്ച് ഇൻഡീഡ് എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം, ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതിൽ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ, ഒരു നല്ല സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള മെയിനായിട്ടുള്ള ഇതിൽ പറയുന്ന ഒരു പോയിന്റ് എന്താണ്, നല്ല സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം, ക്യൂരിയസ് വേണം എന്ന് പറയുന്നുണ്ട്, അല്ലേ? ക്യൂരിയോസിറ്റി വേണം, ഒബ്സർവേഷൻ വേണം. ഒബ്സർവേഷനും ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എല്ലാത്തിനെ കുറിച്ച് അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾക്കാണ് സയൻറ്റിസ്റ്റ് ആവാൻ സാധിക്കുക. മറ്റൊന്ന്, ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ എക്സ്പെരിമെൻ്റ്, ആ ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താനുള്ള ഹാർഡ് വർക്ക്, റിസർച്ച്, എക്സ്പെരിമെൻ്റ് ചെയ്യണം. അതിൽ നിന്നും നല്ല ലോജിക്കലായിട്ടുള്ള ഒരു ആൻസറിലെത്തണം. അതിനെ നന്നായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഒരു നിഗമനത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ എന്താ പറയുന്നത്, അറിവുകൾ തേടണം. നമുക്ക് ബേസ് ആയിട്ടുള്ള അറിവുകൾ നമുക്ക് സ്കൂൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിട്ടണം. ഒരു ബേസ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് മറ്റൊരു അറിവ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും